അതിദാരിദ്ര്യ വിമുക്ത കേരളം പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപനമാണ്. മമ്മൂട്ടിൻ്റെ ഉദ്ഘാടനവും പ്രസംഗവും കാര്യങ്ങളൊക്കെ കേട്ടു. ദാരിദ്ര്യം ഇവിടെ നിലനിൽക്കുകയാണ് എന്നാണ് മമ്മൂട്ടി അതിലൂടെ പറഞ്ഞത്. അത് താങ്ങാണോ കൊട്ടാണോ എന്നുള്ളതൊക്കെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും കിടക്കണില്ല. ഏതായാലും ദാരിദ്ര്യം ഇവിടുന്ന് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദാരിദ്ര്യം അറിയാത്ത മമ്മൂട്ടിക്കും അതേപോലെ തന്നെ ധാരാളം അപേക്ഷകൾ എന്തായാലും പിണറായി വിജയൻ്റെ മേശപ്പുറത്ത് കിടക്കുന്നുണ്ടാവും. എന്നിട്ടും അതിദാരിദ്ര്യ വിമുക്ത കേരളത്തെക്കുറിച്ചൊക്കെ പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആരോടാണ് ഇവർ ഈ കപടത കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോൻ്റെ താഴെ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ട്. യാസറെ പെൻഷൻ കൂട്ടിയത് അറിഞ്ഞിട്ടില്ലേ? ഞാനിത് അറിഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ വെക്കൂല. കാരണം എന്താണെന്നറിയോ? ഈ 5 വർഷക്കാലേ എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടി എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. അതൊന്നും മറക്കണ ആളുമല്ലേ നമ്മൾ. നോക്കൂ, വീട്ടിൻ്റെ നികുതി അളന്ന് കൂട്ടി അല്ലേ? കറണ്ട്, വെള്ളം ഇതൊക്കെ കൂട്ടി. ഞാൻ ജീവിതത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ജലനിധിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിരുന്നു. ഞാനത് കട്ടാക്കി കൂട്ടില്ലേ. കാരണം അത്രമേൽ ബില്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ വൈദ്യുത ചാർജ് ആവട്ടെ, തോന്നിയതുപോലെ മുക്കിൽ എത്ര ഫൈനുകളാണ് ആളുകൾക്ക് ഡെയിലി എന്നോണം അടിച്ചു കൊടുത്തത്. മാത്രമല്ല, ഒരു രജിസ്ട്രേഷൻ ബ്രോക്കർമാർക്കറിയാം, ഒരു രജിസ്ട്രേഷൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫീസിന് എന്താണ്. എല്ലാ മേഖലയിലും വർധനവുണ്ടായിട്ട് ഒരു 2000 റുപ്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതും വിശ്വസിച്ചുകൊണ്ട് അതന്നെയാണ് വലിയത് എന്നും കരുതിക്കൊണ്ട് അതിന് കൈയൂട്ടിപ്പാടാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്. ഇനി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇനി കിറ്റ് കൊണ്ട് ഏറുണ്ടാവും. അങ്ങനെയുള്ള കിറ്റ് കൊണ്ടുള്ളൊരു ഏറും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ശരിക്ക് സർക്കാരിൻ്റെ പരാജയത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈ മാത്രമാണ് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദൈനംദിന ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം എന്താണ് എന്ന് ഓട്ടോറിക്ഷ ഓടുന്നവനെ അതിൻ്റെ ഇടങ്ങേററിയുള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ ദിവസത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന DYFIക്കാരുണ്ടെങ്കിലും അവർ പറഞ്ഞുതരും ഈ കേരളത്തിൽ ദാരിദ്ര്യം വിട്ടുമാറിയിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്രവാസികളുടെ സമ്പന്നത കൊണ്ട്, അവരുടെ വിയർപ്പിൻ്റെ അംശം കൊണ്ട് അങ്ങനെ സമ്പന്നമായ ഒരു ജില്ലയിൽ നിന്ന് സംസാരിക്കുക. ഞങ്ങളുടെ ജില്ലയിലെ അവസ്ഥ ഇന്നും തീർന്നിട്ടില്ല. ഞങ്ങളുടെ ജില്ലയിലെ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യമാകട്ടെ, ആരോഗ്യ മേഖലയുടെ കാര്യമാകട്ടെ, അതേപോലെ തന്നെ വ്യവസായ മേഖലയുടെ കാര്യമാകട്ടെ, തൊഴിൽ മേഖലയുടെ കാര്യമാകട്ടെ, ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അത് ഇല്ലാത്തടത്തോളം കാലം ഇതൊക്കെ ദാരിദ്ര്യമുക്തമായി എന്ന് വിശ്വസിക്കാൻ സൗകര്യമില്ല കൂട്ടരെ. ഇതൊക്കെ സമ്പൂർണ്ണമായിട്ടല്ല, ഒരു 70% ഇതിനൊക്കെ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒരു അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട് എന്നുള്ളത്. എത്ര അപേക്ഷകൾ, എത്ര ചാരിറ്റി സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നറിയോ? വലിയ വലിയ രോഗങ്ങൾ വരികയാണ് സാധാരണക്കാർക്ക്. എന്നിട്ട് 40ഉം 50ഉം ലക്ഷം പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് കൊടുത്ത് ചികിത്സേണ്ട ഗതികെട്ട മനുഷ്യരായിട്ട് കേരളത്തിലെ ആളുകൾ മാറിയിട്ടുണ്ട്. അവർക്കൊരു സർക്കാർ സംവിധാനങ്ങളിലൂടെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവെക്കൽ എന്നീ വലിയ രോഗങ്ങൾക്കുള്ള, മാരകമായ രോഗങ്ങൾക്കുള്ള ചികിത്സ ഒന്ന് ഫ്രീ ആയിട്ട് വേണ്ട, ഒരു 10,000 റുപ്യ ഒരു രോഗിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കോട്ടെ, അതിനാരെങ്കിലും സഹായങ്ങൾ ചെയ്തോളും. പക്ഷേ അതുപോലും ഇവിടെ ഒരു സംവിധാനം അതിനു വേണ്ട ഒരു സംവിധാനം കൊണ്ടുവരാൻ പോലും കേരളത്തിൽ കൊണ്ടുവരാൻ പോലും ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ വാങ്ങിയത് ഇന്നോവകളാണ്. അതേപോലെ തന്നെ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തുകൾക്കാണ് ലക്ഷങ്ങൾ, കണ്ണടക്കാണ് 35,000 ചിലവഴിച്ചത്. അങ്ങനെ ലക്ഷങ്ങൾ ചിലവഴിച്ചത്. ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പെൻഷനോ അല്ലെങ്കിൽ കുറച്ച് കിറ്റുകളോ എത്രമേൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളത്, ചിന്തിക്കുന്നവർക്ക് ചെലുത്തുമെന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ദാരിദ്ര്യം അതിദാരിദ്ര്യമായിട്ട് തന്നെ തുടരുന്ന കേരളത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. നിർത്തുന്നു. നന്ദി.